ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീത കർത്തൃദാസന്മാരിൽ കൂടെ കഴിഞ്ഞ മിനിറ്റുകളിൽ നിങ്ങൾക്ക് വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടാനും നീണ്ട സമയങ്ങൾ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തികഞ്ഞ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സന്തോഷമുള്ള മുഖങ്ങൾ കാണുമ്പം എനിക്കും അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അടുത്തിരിക്കുന്നാക്കൊന്ന് കൈ കൊടുത്തു വെച്ച് പറ, ഇച്ചിരൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ. ഇരിക്കാതിരിക്കുന്നവർ ഭാഗ്യവാന്മാരാ. എപ്പോഴും എന്ത് പ്രശ്നങ്ങളിലും സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ചില ദൈവിക ആ സന്ദേശങ്ങൾ നിങ്ങളുമായി അല്പനേരം കൈമാറാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെയും 12-ാമത്തെയും വചനമാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും. നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. മതി. വേദപുസ്തക ചരിത്രത്തിലെ കരുത്തരായ ദൈവദാസന്മാരിൽ ഒരു ദൈവദാസനാണ് യാക്കോബ് എന്ന ദൈവ മനുഷ്യൻ. യാക്കോബിന്റെ ചരിത്രമെല്ലാം ഒത്തിരി വിവരിക്കുവാൻ സമയം അനുവദീനമല്ല. കാരണം നിങ്ങൾക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ച ആത്മീക ദൂത് അത് നിങ്ങളുടെ മനസ്സിൽ പകരേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വിവരിക്കാതെ വളരെ വേഗം ഈ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ജനനം കൊണ്ട് തന്നെ ജയിക്കാൻ തീരുമാനിച്ചവനാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തനിക്ക് മുമ്പിൽ പോയവൻ്റെ കുതികാലി പിടിച്ചുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതോടെ യാക്കോബിൻ്റെ ചരിത്രം തുടങ്ങുക. വേദപുസ്തക ഭാഷയിൽ 3-ാം സ്വർഗം വരെ പോയ പൗലോസ് പറഞ്ഞു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദൂഷിച്ചു. ദൈവം തീരുമാനിച്ചുകൊണ്ട് ചിലരെ അനുഗ്രഹിക്കാൻ, ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ചിലരത്ത് എത്തിക്കാൻ, ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ ഓടുന്നവൻ്റെ മുമ്പിൽ നിന്നെ ഓടിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ തീരുമാനം മാത്രമേ നിന്റെ കുടുംബത്തിൽ നടക്കത്തുള്ളൂ. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഞാൻ അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും. അതാണ് ദൈവവചനത്തിൻ്റെ വെളിപ്പാട്. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ നടുവിൽ സ്തോത്രം താന് ഒന്ന് ഭയപ്പെടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ആ ഭയം ഒരു വാർത്ത കേട്ടപ്പോഴാണ് ഭയപ്പെട്ട്. താനെ പണ്ടൊന്ന് ഭയപ്പെട്ട് ഓടിയതാ. അപ്പൊ ഭയപ്പെട്ടാൽ എന്തോ നടക്കും? ഓട്ടം നടക്കും. സ്തോത്രം. എലിയാവ് പേടിച്ചാ ഓടിയെ. അപ്പൊ ഭയപ്പെടുന്ന പലരും ദേശം വിട്ടുപോകും. ഞാൻ തുടക്കത്തിലേ പറയുക, ലോകത്തിലുള്ള ഒന്നിനെ നീ പേടിക്കരുത്. ചില മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയമെന്ന പൈശാചിക അവസ്ഥ നിന്റെ അകത്തു നിന്ന് ഇന്ന് വഴിമാറിപ്പോകണം. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ പേടിക്കുവാൻ കാരണം, യാക്കോബ് ഒരു സ്ഥലത്ത് പോയി ശരിക്കും അവിടെ സ്വസ്ഥമായതാ. ഉടനെ ദൈവം വന്ന് പറഞ്ഞു, യാക്കോബേ, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ അവിടെ പോകണം. ഇങ്ങനെ സർവശക്തനായ ദൈവം പറഞ്ഞതനുസരിച്ചാണ് യാക്കോബ് ആ സ്ഥലത്തുനിന്ന് യാത്ര ആരംഭിക്കുന്നത്.
ആ ചരിത്രം ഒന്നും പറയാനല്ല ഈ ദൂതിലേക്ക് വന്നത്. എന്നാൽ അതിനകത്തെ ആത്മീക സന്ദേശങ്ങളാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ താനൊരു വാർത്ത അറിഞ്ഞു. യാബോക്കടവിന്റെ തീരത്തെത്തിയപ്പം, അതിനോട് അടുത്ത സമയത്തെത്തുമ്പം തൻ്റെ സഹോദരൻ തന്നെ എതിരേൽക്കാൻ വരുന്നു. ഒറ്റപ്പെടലിന്റെ നടുവിൽ ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ധ്യാനം. ആ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. സ്തോത്രം. അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവന്റെ ഉള്ളിലൊരു ഭയം കയറി, ഇവൻ എന്നെ നശിപ്പിക്കും. അടുത്ത ഭാഗം കൂടെ വായിക്കുമ്പം, നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. ഉടനെ അവൻ ദൈവത്തോട് പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്മ ചെയ്യുമെന്ന്, എനിക്ക് വർധന ഉണ്ടാവുമെന്ന്. പക്ഷെ ഇപ്പോ എൻ്റെ സഹോദരൻ വന്നേക്കുന്നത് എന്നെ നശിപ്പിക്കാനാണ്. ചോദ്യം, മനുഷ്യര് പറയുന്ന നടക്കത്തില്ല, ദൈവം പറയുന്നതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ബൈബിളില് നമ്മൾ പഠിച്ചു ചെല്ലുമ്പം മനുഷ്യർക്കെതിരായ ധാരാളം സംഭവങ്ങൾ ബൈബിളിലുണ്ട്. പിശാച് മനുഷ്യനെതിരായ ധാരാളം സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് മെസ്സേജിനകത്ത് മനസ്സിലാകുന്ന കാര്യം, എവിടെ ഒരു എതിര് നിനക്കുണ്ട്, അത് മനുഷ്യനാണോ പിശാചാണോ? ആ എതിരിനെ എങ്ങനെയാണ് ജയിക്കേണ്ടതെന്നാണ് ഇന്ന് ഈ വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാവിലെയും ആ എതിര് കണ്ടിട്ട് വന്നവരിവിടെ കാണാം. ആ എതിരിനെ ഇന്ന് ഈ പ്രാർത്ഥന ഹോളിൽ വെച്ച് നമ്മൾ ജയിക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഈ യാക്കോബ് ഭയപ്പെടുന്നത് തൻ്റെ സഹോദരനെയാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ചിലർക്ക് വീട്ടുകാരാ ശത്രുക്കള്, ചിലർക്ക് നാട്ടുകാരാ ശത്രുക്കള്, ചിലയിടത്ത് പിശാചാ ശത്രുക്കൾ. പക്ഷേ ആരും നിനക്കെതിരായാലും നീ പേടിക്കണ്ട, നശിക്കുമെന്നൊരു ചിന്ത വേണ്ട. നീ നശിക്കത്തില്ലെന്ന് വചനം ഉറപ്പ് തരിക. സ്തോത്രം. ഞാനൊരു ആത്മീക വെളിപ്പാടൂടെ കണ്ടോണ്ടായിരുന്നേക്കുന്നേ, യാക്കോബിനെ നശിപ്പിക്കാൻ ഏശാവ് എഴുന്നേറ്റതുപോലെ നിന്നെ നശിപ്പിക്കാൻ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഉറപ്പ്, ആരെഴുന്നേറ്റാലും നീ നശിക്കത്തില്ല. ആ ധൈര്യം പകരാനായി നീ ദൂതെടുക്കുന്നത്. അടുത്തിരിക്കുന്നൊന്ന് കൈ കൊടുത്തേച്ച് പറ, നീ നശിക്കത്തില്ലെന്ന് പറ. സ്തോത്രം. ഹല്ലേലൂയ. എതിരാളി പറയുന്നൊരു ശബ്ദം ബൈബിളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിന്റെ 41 വാക്യം ഒന്ന് വായിക്കണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ആരെ കൊല്ലും? യാക്കോബിനെ കൊല്ലും. ചിലര് നിന്നെ നശിപ്പിക്കുമെന്ന് ഹൃദയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട് നീ പേടിക്കരുത്. നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ തീരുമാനമാണെങ്കിൽ നീ നശിക്കത്തില്ലെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. മനസ്സിലായി വരുന്നുണ്ടോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ലൈവിൽ കാണുന്നവർ, നിങ്ങളുടെ മനസ്സിൽ വന്നുകൂടിയ ഭയചിന്തകളെ ഓവർകം ചെയ്യണം. അത് എന്താണെന്ന് ശുശ്രൂഷിക്കാൻ പോകുന്നത്. 27 അധ്യായം 42 വാക്യം കൂടെ വായിച്ചു.
ഉൽപ്പത്തി 27:42. മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ചു. അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു. മതി. ഏശാവ് വരുന്നെന്ന് കേട്ടപ്പം യാക്കോബ് ഇത്രയും ഭയപ്പെടാൻ കാരണം, സ്തോത്രം, പണ്ട് ഹൃദയത്തിൽ കിടക്കുന്ന ചില അറിവുകളാണ്. ആരെങ്കിലുമൊക്കെ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട, വചന ഉറപ്പ് തരിക, ദൈവത്തെ വിളിക്കുന്ന നീ നശിക്കത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യാക്കോബ് പറയുകയാണ്, എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ പിള്ളാരെയും അവൻ നശിപ്പിക്കും. സ്തോത്രം. ഞാൻ ഈ ദൂതെടുക്കുമ്പോൾ തന്നെ ചിലരെ മാത്രം നോട്ടമിട്ട് നശിപ്പിക്കാൻ ചിലരിട്ടിരിക്കുന്ന നിഗൂഢ പദ്ധതികളെ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്നുണ്ട്. സ്തോത്രം. ഏതൊക്കെ മേഖലയിൽ അതുണ്ടോ അവിടെ ഒക്കെ ഇന്നൊരു വിടുതലിന്റെ ശബ്ദം മുഴങ്ങണം. ഓ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ വല്ലാതെ ദണ്ണിപ്പിക്കുന്ന, നിന്റെ സന്തതിയെ വല്ലാതെ ദണ്ണിപ്പിക്കുന്ന ആ നശിപ്പിക്കുന്ന ആത്മാവ്, ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ചിലരുടെ കുടുംബജീവിതത്തിനകത്തുനിന്ന് നാശം വിതയ്ക്കുന്ന സ്പിരിറ്റ്, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ശത്രു, സമ്പത്തിനെ നശിപ്പിക്കുന്ന ശത്രു, ഭാവിയെ നശിപ്പിക്കുന്ന ശത്രു, നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന ശത്രു ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകണം. സ്തോത്രം. വളരെ പരിചിതമായ ഒരു വാക്യം വായിക്കണം. ഞാൻ തുടക്കത്തിലെ പറയുക, നശിപ്പിക്കുമെന്ന് ഒരു സൈഡിൽ വാദം, മറു സൈഡിൽ നീ നശിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ ദൂത്. ഒരാമയും വരുന്നില്ല. ഇന്ന് നിന്റെ അകത്ത് കിടക്കുന്ന ഭയം എന്ന ദുഷ്ടശക്തിയെ ഇന്ന് നിന്റെ അകത്തുനിന്ന് പുറത്തെടുക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് എൻ്റെ അടുക്കല് ഫസ്റ്റ് പ്രയറിന് ഒരു പെൺകുട്ടി വന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അവള് പറഞ്ഞു അവളെ എത്രയോ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ. ആ, എത്ര പാമ്പാ കടിച്ചിട്ടുള്ളേ? കാര്യം പറയാൻ 21 പാമ്പ് തന്നെ കഴിച്ചു. കിള്ളി മീറ്റിംഗിൽ വെച്ച് അവിടെ ലൈഫിനെ നശിപ്പിച്ച സർപ്പം എന്ന ദുഷ്ടശക്തി അവളെ വിട്ടുപോയെന്നാ എൻ്റെ അടുക്ക വന്നത്. ഞാൻ പറഞ്ഞു, മൊത്തം പോയിട്ടില്ല, രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു ശക്തിയോടുണ്ട്. അതിന്ന് പോകും. അവിടെ HP ലെവൽ 4. ഇനി ഇരുന്നോ, ദൂതിലോട്ട് വരിക. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒരു സൈഡിൽ നശിപ്പിക്കുമെന്ന വാദം, അത് ബന്ധുവാകാം, സ്വന്തമാകാം, നാട്ടുകാരാകാം, പിശാചാകാം, ആരുമായിക്കൊള്ളട്ടെ, എക്സോർവൈ ആരുമായിക്കോട്ടെ, നമുക്കത് ബാധകമല്ല. നമ്മുടെ മേൽ കിടക്കുന്ന ദൂത് നീ നശിച്ചു പോകത്തില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? കടം കേറിയാലും നീ നശിച്ചു പോകത്തില്ല. രോഗം വന്നാലും നീ പറ, ആ വാഗോണ്ട് പറ, ഞാൻ നശിച്ചു നിന്റെ വീട്ടിൽ സംഭവിക്കുന്ന ചില വിപത്ത് കണ്ടുകൊണ്ട് ചിലത് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചിരി ഇപ്പം നിൽക്കും. ഹോളി സ്പിരിറ്റ്,
ദൂതനെ വിവരിച്ചുകൊണ്ട് വരട്ടെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം, ഒരു ത്രാസിന് 2 തട്ടമുള്ള പോലെ ഒരു തട്ടത്തിൽ നിൽക്കുകയാണ് നിന്നെ നശിപ്പിക്കുമെന്നൊരു വാദം. ഇപ്പുറത്തെ തട്ടിൽ നിൽക്കുക, അവന്റെ പേരാ സൈന്യങ്ങളുടെ യഹോവ. അല്ലെങ്കിൽ പറയാം ഏക സത്യ ദൈവമായ യേശു ക്രിസ്തു. അവൻ പറയുകയാണ്, മനുഷ്യര് വന്നാലും, ബന്ധുക്കൾ വന്നാലും, നാട്ടുകാർ വന്നാലും, മന്ത്രവാദി വന്നാലും, പിശാച് വന്നാലും ഇവൻ നശിക്കത്തില്ല. ഈ ഒന്നാമത്തെ ഒരു ഭാഗത്തോട്ട് നിങ്ങളുടെ ചിന്ത കൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങൾ കൺമുമ്പിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോവാൻ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും ആര് പ്രസംഗിച്ചാലും ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. അതിനകത്ത് എന്നോടൊരു സന്ദേശമുണ്ട്. ബൈബിൾ പ്രകാരം പറയാം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. അത് നിന്റെ അടുക്കൽ എത്തിക്കാൻ ഏതെങ്കിലുമൊക്കെ നാവിനെ ദൈവം ഉപയോഗിക്കും. പക്ഷെ അത് വെറുതെ തിരിച്ചു വരത്തില്ല. ഗ്ലോറി. നിന്റെ വീട്ടിൽ മന്ത്രവാദം മാത്രമല്ല പാർക്കുന്നത്, വചനവും പാർക്കുന്നുണ്ട്. മനസ്സിലായില്ല? മന്ത്രവാദം പാർക്കുന്നത് നിനക്ക് നാശം വിതയ്ക്കാനാ. വചനം പാർക്കുന്നത് നിന്നിൽ അത് നിവർത്തിച്ചു തരാനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ കൺമുമ്പിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. അതിനകത്ത് ഒരു ചിത്രം പറയാം. നശിപ്പിച്ച പലതും ദൈവം ഇന്ന് പണിയാൻ തുടങ്ങും. മനുഷ്യൻ നശിപ്പിച്ചത്, പിശാച് നശിപ്പിച്ചത്, എതിരാളികൾ നശിപ്പിച്ചത്, ശത്രു നശിപ്പിച്ചത്, ഉപയോഗശൂന്യമാക്കിയത്, കഴിവില്ലാതാക്കിയത്, തകർത്ത് കളഞ്ഞത്, വിദ്യാഭ്യാസം കളഞ്ഞത്, മിടുക്ക് കളഞ്ഞത്, കഴിവ് കളഞ്ഞത്, അതിനെ ഒക്കെ തമ്പുരാൻ പണിതുയർത്താൻ ഒന്നാമത്തെ ഒരു ദൂതിലോട്ട് വരാം. വളരെ പരിചിതമായ വാക്യങ്ങളിലൂടായി ദൂത് പോന്നേ. ഒന്ന്, സ്തോത്രം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-6 വചനങ്ങൾ. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. നീ ക്ഷയിച്ചു പോകത്തക്കവണ്ണം അവൻ നാശം ചെയ്യും. ആര്? നിന്റെ അധ്വാന ഫലം നശിപ്പിച്ചു കളഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഒന്നാമത് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നാശം വിതയ്ക്കുന്ന ചില സാമ്പത്തിക തലത്തിൽ ഇന്നൊരു വിടുതൽ നടക്കണം. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇസ്രായേൽ വിതയ്ക്കുമ്പം പ്രശ്നമില്ല. ഇസ്രായേലിന്റെ വയല് വിളയുമ്പം പ്രശ്നമില്ല. പക്ഷേ എപ്പ കൊയ്ത്തിന് പാകമാകുമോ അപ്പോൾ ശത്രു വന്ന് ആ നന്മയെ നശിപ്പിച്ചു കളയും. യോർദാന്റെ കരയിൽ നിൽക്കുന്ന വയലിൽ വിതയ്ക്കുമ്പം കുഴപ്പമില്ല, വളരുമ്പോഴും കുഴപ്പമില്ല. പക്ഷെ കൊയ്യാൻ നേരമാകുമ്പം യോർദാന്റെ അകത്തൊരു കുന്തളിപ്പ്. എന്തിനാ? മൂടോടെ പിഴുതോണ്ട് പോകാൻ. ഒന്നാമത്തെ ദൂത്, നാശം വിതയ്ക്കുന്നൊരു ശത്രു ഉണ്ടെങ്കിൽ അതിനെ അനുവദിക്കാത്തൊരു ദൈവമാണ്. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. നിന്റെ കൺമുമ്പിൽ നശിപ്പിച്ച് കളഞ്ഞ പല അധ്വാന ഫലവും ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിൽ തിരിച്ചു വരാൻ പോവുക. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ.
ഒന്നുകൂടെ പറയാം, നിന്റെ കൺമുമ്പിൽ വെച്ച് ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഈയിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. മനസ്സിലാകാനായി ഈ അനുഭവങ്ങളിലുള്ള കാര്യം പറയും. ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ 3.5 വർഷം ദുബായ് ജോലി ചെയ്തു. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. പുള്ളി നാട്ടിൽ വന്നു. 2020 ഒരു ഏജൻസിയെ പോയി കണ്ട് അതേ ദുബായിലേക്ക് ഒരു വിസയുടെ സ്റ്റെപ്സ് എടുത്തു. നല്ല ജോലി ആയോണ്ട് അദ്ദേഹത്തെ ആ രാജ്യത്തേക്ക് വിടാൻ അവര് വിലയിട്ടത് 1.25 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയും ആ ഏജൻസിക്ക് കിട്ടിയപ്പോൾ ഇവനെ കൊണ്ടുപോകേണ്ട കമ്പനിക്കൊരു പ്രോബ്ലം വന്നു. കുറെ പൈസ അവിടെ ഇവിടെയൊക്കെ പോയത് കൊണ്ട് ആ ഏജൻസി പൂട്ടി. ഇദ്ദേഹത്തിന്റെ 1.5 ലക്ഷം എവിടെ പോയെന്നറിയത്തില്ല. കുവൈറ്റിൽ അടുത്തൊരു ജോലിക്ക് ഓപ്പണിങ് വന്നു. ഇനി ഗ്രാമത്തിലെ ഏജൻസി വേണ്ട, പട്ടണത്തിലെ വേണമെന്ന് പറഞ്ഞ് എറണാകുളത്ത് കൊണ്ട് 2.25 ലക്ഷം രൂപ അടച്ചു. അവര് ബോംബെ കണക്ഷൻ ഏജൻസിയാ. ഒരു ദിവസം ആ ഏജന്റ് തന്നെ ആത്മഹത്യ ചെയ്തു. പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു. 10-14 ലക്ഷം രൂപ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ വെളിയിൽ പോകാൻ കൊടുത്തു. സ്തോത്രം. മുഴുവൻ പൈസയും നഷ്ടമായി. എങ്ങനോ ദൈവത്തിന്റെ മഹാകരുണ, ഒരു പൈസ പോലും കൊടുക്കാതെ വീണ്ടും ദുബായിലൊരു ജോലി കിട്ടി. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറിപ്പോയി. ആ ജോലിക്ക് പോയതിൻ്റെ 1ാമത്തെ അവധിക്ക് തിരിച്ചു വന്നു. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ അടുക്കൽ സന്തോഷത്തോടെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ആദ്യത്തെ അവധിക്ക് വന്നപ്പോൾ അക്കൗണ്ടിനകത്ത് ഗൾഫിൽ നിന്ന് അയച്ച ശമ്പളം കൂടാതെ 1.5 ലക്ഷം രൂപ അധികം വന്ന് കിടക്കും. പുള്ളി തപ്പിപ്പിടിച്ച് ചെന്നപ്പം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം കൊടുത്ത ഏജൻസിക്കാര് അതിൽ 1 പൈസ പോലും കുറയാതെ തിരിച്ചിട്ട് കൊടുത്തിരിക്കുക. പുള്ളി എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും പരിഹാരം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം ഇടപെട്ടാൽ, അദ്ദേഹം എന്നോട് 3 സ്ഥലത്ത് നിന്ന് എനിക്ക് പൈസ തിരിച്ചു കിട്ടി. ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടി. ഞാൻ നിന്നോട് ദൂത് പറയുക. സ്തോത്രം. നിന്റെ അധ്വാന ഫലത്തെ ആര് നശിപ്പിച്ചാലും നശിക്കത്തില്ലെന്നാ വാഗ്ദത്തം. ഒരാമീൻ വരുന്നില്ല. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? ചിലര് നിന്റെ വീടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വചനം പറയുന്നു, ആര് തീരുമാനിച്ചാലും നീ നശിക്കത്തില്ല. നന്മ നിലനിൽക്കാത്ത നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ ഇന്നൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കണം. ഓട്ടസഞ്ചിയിലെ നാണയം പോലെ എത്ര അധ്വാനിച്ചിട്ടും കൂടാരത്തിനകത്ത് നന്മ വെളിപ്പെടുത്തുവാൻ കഴിയാതെ ഭവന അന്തരീക്ഷത്തെ തകർക്കുന്ന എല്ലാ ശക്തികളും ഇന്ന് മാറിപ്പോകണം. അപ്പൊ 1ാമത്തെ ദൂത്, നിന്റെ അധ്വാന ഫലം നശിക്കത്തില്ല. ആ 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അമ്മി അങ്ങനെ വിശ്വാസമുണ്ട് എന്നോടൊന്ന് ചേർന്ന് പറ. ലൈവിൽ കാണുന്നവർ ടൈപ്പ് ചെയ്യണം. പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാലേ പറ്റത്തുള്ളല്ലോ. ഇവിടംബരമായ ശുശ്രൂഷ കേൾക്കാൻ വന്നപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുവായോണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടി ആളിപ്പോൾ ലൈവിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളും ടൈപ്പ് ചെയ്യണം ഞാൻ ഈ പറയുന്ന വാചകം. അമ്മി അതെനിക്ക് ദൈവം തന്നൊരു വാക്കാ. അമ്മി ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ അധ്വാന ഫലം ഇനി ശത്രു നശിപ്പിക്കത്തില്ലെന്ന് പറ. അമ്മി പേരൻസ് പറ, എൻ്റെ തലമുറയുടെ അധ്വാന ഫലം ഇനി ശത്രു നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. 1ാമത്തെ ദൂത്, കൈതങ്ങളെ താഴ്ത്തിയിടാം. നിന്റെ അധ്വാന ഫലത്തിനകത്ത് നാശം വിതയ്ക്കുന്ന ശത്രു ഇന്ന് ബന്ധിക്കപ്പെട്ടേ പറ്റൂ. ആ കരങ്ങളെ അടിച്ചു ദൈവത്തിനോട് മഹത്വം കൊടുത്തേ.
ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ അധ്വാന ഫലത്തെ ഒന്ന് 2 മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. എവിടൊക്കെയോ ദുഷ്ടശക്തികൾ നിന്നെ എന്ന് ഇല്ലായ്മക്കാരനാക്കി, കടം വാങ്ങിക്കുന്നവനാക്കി, എന്നും വീടും ജപ്തിയും പരാജയവും തകർച്ചയും മാത്രം എഴുതിയിട്ടിരിക്കുന്ന ആ ചരിത്രം, ഓ ഹല്ലേലൂയ, എനിക്കറിയാം ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ കുടുംബത്തിനകത്ത് വന്നു കയറിയ കടബാധ്യതകൾ വന്നതുപോലെ ഇറങ്ങിപ്പോകണം. വിശ്വാസമുണ്ടോ നിനക്ക്? ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം അന്നല്ല, ഇന്നും നിന്റെ നന്മ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ അനുഗ്രഹത്തെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അമ്മ ഒന്നിച്ചൊന്ന് പറ, കർത്താവേ, എൻ്റെ അധ്വാന ഫലത്തിനകത്ത് യെസ്, ബൈബിളിൽ വാക്യം, നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, എത്ര അധ്വാനിച്ചിട്ടും റിസൾട്ട് കാണാൻ വയ്യാത്ത ആ പൈശാചിക പോരാട്ടം മാറിപ്പോകും. ഒന്നാമത്തെ സന്ദേശം, നിന്റെ അധ്വാന ഫലത്തെ നശിപ്പിക്കുന്ന ശക്തികൾ ഇനിയും നശിപ്പിക്കത്തില്ല. ദൈവം വാക്ക് തരിക. 2ാമത്തെ ദൂതിലോട്ട് പെട്ടെന്ന് വരാം. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിക്കണം, വളരെ പെട്ടെന്ന് പോയാലേ നമുക്ക് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം എടുത്താട്ട് 9-ാം അധ്യായം എടുത്താട്ട് 22-ാമത്തെ വാക്യം വായിച്ചാട്ട്. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ഒരു യൗവനക്കാരന്റെ ഭാവിയെ നശിപ്പിക്കുന്ന സ്പിരിറ്റ്. ആദ്യം പറഞ്ഞു സമ്പത്തിനെ നശിപ്പിച്ചു, 2 ഭാവിയെ നശിപ്പിച്ചു. എനിക്കൊന്ന് തിരുവല്ലായിലാന്ന് എൻ്റെ ഓർമ്മ. ഒരു ചെറുപ്പക്കാരനെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എനിക്കൊന്നൊരു കഴിഞ്ഞ വെനസ്ഡേ ആന്ന് എൻ്റെ ഓർമ്മ. 18-ാമത്തെ വയസ്സിനകത്ത് 4 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം മൊത്തം വായിച്ചു. ഒരു കൈ പൊക്കാൻ പറഞ്ഞ് ഞാൻ കൈ പൊക്കിക്കുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാടിന്റെ പുസ്തകക്രമം ചോദിച്ചാൽ 12 ശിഷ്യന്മാരുടെ പേര് ചോദിച്ചാൽ, 12 ഗോത്രത്തിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ മിണ്ടുന്നില്ല. 10 ബാധകൾ ചോദിച്ചാൽ, 10 കൽപ്പന ചോദിച്ചാൽ എന്നാ പറയാ? ഇതെല്ലാം കൂടെ വെച്ച് ഒരു എക്സാം ഇടാൻ പോവാ. നിങ്ങൾ എന്നാ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. ബൈബിൾ എഴുതിയത് ആരൊക്കെയാണ്, എവിടെയൊക്കെ വെച്ച എഴുതിയെ, എത്ര പേരെഴുതി, എപ്പോൾ എഴുതി, എങ്ങനെ എഴുതി ഒന്നും അറിയത്തില്ല. ഇതെല്ലാം ചുമന്നുകൊണ്ട് നടക്കുക കുറച്ചു കാലമുണ്ട്. പഠിക്കണം. രാമയും പറഞ്ഞോട്ട് വാക്യത്തിലോട്ട് വരിക. ഒരു യൗവനക്കാരന്റെ ഭാവി നശിപ്പിച്ചിട്ടേക്കോ. ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തിലുള്ളൊരു മോനെ കഴിഞ്ഞ 15 ദിവസം മുമ്പ് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അവരുടെ ക്രൈസ്തവ പാരമ്പര്യം ഒന്നും എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര പാരമ്പര്യം. അവരുടെ വല്യപ്പനൊക്കെ ലോകം അറിയുന്ന പ്രസിദ്ധരാ. അവനെ കൊണ്ടുവന്നേ കേട്ടണോ? കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, സ്തോത്രം, ഹെറോയില്, സ്തോത്രം, ഇഞ്ചക്ഷന് എല്ലാം ഉണ്ടായിട്ട് ഒരുമാതിരി മത്ത് പിടിച്ചു അവനെ പോലെ ഇങ്ങനെ ഇരിക്കുക. എന്നൂര് നല്ല ചെറുക്കൻ, മുടിയെല്ലാം വളർത്തി അതിലേയും പിടിച്ചിട്ട് ഇതിലേയും പിരിച്ചിട്ട് ചെവിയുടെ അതിലെ കൂടെ പിരിച്ച് ഇങ്ങനെ ഇട്ടേക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പിടിച്ച് എവിടെയാ കുഴപ്പം പറ്റിയേ? ഒത്തിരി പേരുടെ ജീവിതത്തെ പിശാച് നശിപ്പിച്ചിട്ടിരിക്കുക. ഏതെങ്കിലും വീടുകളിലെ സന്തതികളെ സാത്താൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പ് തരുക, ആ അവസ്ഥയിൽ നിന്ന് പുതുക്കി പണിയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വാക്തത്വം മുറുകെ പിടിച്ചോ, നീ നശിക്കത്തില്ല.
നീ നശിക്കത്തില്ല. ഒരു പെങ്കൊച്ചിനെ പഠിക്കാൻ ബാംഗ്ലൂർ വിട്ടു. നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു പഠിക്കാൻ ബാംഗ്ലൂർ വിട്ടു. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് മൊത്തം തോറ്റു. 2 വർഷവും തോറ്റു. ആദ്യത്തെ വർഷം തോറ്റപ്പോൾ പേരൻസ് ആരോടും പറയാതൊക്കെ സൂക്ഷിച്ചു. മോള് കുഴപ്പമില്ല, അവിടെ നല്ലതായിട്ടൊക്കെ ഇരിക്കും. എന്നാലും അവരുടെ ഉള്ളിൽ തീയാ. അപ്പം 2ാമത്തെ പ്രാവശ്യം, ആദ്യത്തെ തോറ്റു, 2ാമത്തെ തോറ്റു. പിന്നെ 3ാമത്തെ പ്രാവശ്യം അവിടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നു, വീട്ടിൽ ഇരുത്തിയിരിക്കുക. അപ്പം മാസത്തിൽ ഒരിക്കൽ പേരൻസ് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവള് വണ്ടി എടുത്തോണ്ട് പോക്കോ, എവിടെ പോകുന്ന ആർക്കും അറിയത്തില്ല. പിന്നെ 1 മാസം കുഴപ്പമില്ല. അപ്പനും അമ്മയും പറയും, ഇവള് കുടിക്കുന്ന പോലെ പെപ്സി വേറെ ആരും കുടിക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, രാവിലെ പെപ്സി, ഉച്ചയ്ക്ക് പെപ്സി, വൈകിട്ട് പെപ്സി. ഇവിടെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഇവളിങ്ങനെ നിന്നേച്ച് പറയാ, പ്രാർത്ഥിച്ചോ. ഞാൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. പിള്ളേരും മിണ്ടുന്നില്ലല്ലോ. അല്ല, ഉടനെ അവളെ പേടിച്ചു. എന്നാ പാട്ട് മോളെ പ്രാർത്ഥിക്കാം, മോൾ ഇവിടെയും വന്നല്ലോ. നമുക്കങ്ങനെയൊന്നുമില്ല. ഏത് മോളായാലും ഏത് മകനായാലും ഈ പാസ്റ്റർമാർ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോണം, അല്ല പ്രാർത്ഥിക്കുകയില്ല. മിണ്ടുന്നില്ല. ഞാൻ അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, ചെവി ചോദിച്ചു, പെപ്സിക്കകത്ത് എന്തുവാടി ഒഴിച്ചു കുടിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ ആ കുടിക്കുന്നതിൻ്റെ പേരെന്നോട് പറഞ്ഞു. മിണ്ടുന്നില്ല. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് വല്ല ആമ്പിള്ളാരുമായിട്ട്? ഇല്ല, എൻ്റെ കൂട്ടുകാരി എന്നെ ശീലിപ്പിച്ചതാ 1.5 വർഷം കൊണ്ട്. അവൾ മദ്യത്തിന് അഡിക്റ്റാ. അവളെ ഒന്ന് രക്ഷിക്കാൻ, വിടുവിക്കാൻ വന്ന പാട്. ആ പേരൻസിനെ നോക്കി ആരും മുട്ടുകുത്തി കരഞ്ഞു. കൃപ, ആ കൊച്ചു വിടുവിക്കപ്പെട്ടു. നശിപ്പിക്കാനാ പ്ലാൻ. വചനം പറയുക, നശിക്കത്തില്ല. ചില വീടിനകത്ത് നീ പോലും പ്രാർത്ഥിക്കാതെ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? ഇനി ദൂത് സ്വീകരിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ കൊച്ചിന്റെ ഭാവിയെ നശിപ്പിച്ച ഒരു പിശാച് ഉണ്ടെങ്കിൽ ദൈവം പറയുക, ഇനിയും നശിക്കുകയല്ല. ഈ സമയത്ത് നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഓർമ്മ വരുന്നത് നിന്റെ കൊച്ചിന്റെ പേര് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോണം. അതിനാ നിന്നെ ഇവിടെ ഇരുത്തിയേക്കുക, അതിനാ ലൈവ് ഇരുത്തിയേക്കുന്നേ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇതുവരെ വന്ന ചില ഒഴുക്കുകൾക്ക് ഇന്ന് ദൈവം തടയിടുക. മതി, ഇത്രയും കൊണ്ടുപോയത് മതി. ഇനി അവനെ തിരിച്ച് റിട്ടേൺ വലിക്കാൻ പോവുക, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയും? യൗവന ജീവിതത്തെ നശിപ്പിക്കുന്ന ആമി യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടശക്തിയെ നിങ്ങൾക്കറിയോ? ഈ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കല ഏറ്റവും കൂടുതൽ കേസ് വരുന്നത്. നിങ്ങൾ ഈ കണ്ണടച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷെ ഞങ്ങളൊക്കെ ഞെട്ടലോടെ ഒരാളെ കാണുമ്പോൾ, ഒരു കുഞ്ഞു കൃപയിൽ നിൽക്കുന്നെന്ന് തോന്നിയാൽ നിങ്ങളെപ്പോലെ മഹാഭാഗ്യവാന്മാരായ പേരൻസ് വേറെ ഇല്ല. ഒരാഴ്ചയിൽ മിനിമം 100 കേസ് ഞാൻ ഈ പറയുന്ന ടൈപ്പ് എൻ്റെ മുമ്പിൽ വരും. ചോദിക്കട്ടെ, നശിപ്പിക്കാൻ ചിലര് തീരുമാനിച്ചു, നശിക്കത്തില്ലെന്ന് ദൈവം തീരുമാനിച്ചു. നീ ആരുടെ പക്ഷത്ത് നിൽക്കും? നിനക്കെതിരെ ആര് മന്ത്രവാദം ചെയ്താലും നീ നശിക്കത്തില്ല. ആര് പ്രാഗിയാലും നീ നശിക്കത്തില്ല. വചനം ഉറപ്പ് തരിക. അത് മനസ്സിലാകുന്ന ഉള്ള വചനത്തിലോട്ട് ഞാൻ വരാൻ പോവുക. അപ്പോൾ ഒന്ന്, ഞാൻ പെട്ടെന്ന് 2-3 കാര്യം തൊട്ട് വാക്യത്തിലോട്ട് വരാം. ഒന്ന്, അധ്വാന ഫലം എന്ത് ചെയ്യത്തില്ല? ഒന്ന് പറഞ്ഞേ, എൻ്റെ അധ്വാന ഫലം നശിക്കത്തില്ലെന്ന് പറ.
നല്ല മലയാളം, എൻ്റെ നന്മ നശിക്കത്തില്ലെന്ന് പറ. നന്മ നശിക്കത്തില്ല. രണ്ടാമത്തെ ദൂത്, എൻ്റെ സന്തതികൾ നശിക്കത്തില്ല. പറ, സന്തതികളുള്ളവരൊക്കെ പറ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. സ്തോത്രം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൻ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ എന്നാ? ഒരുവന്റെ ആത്മീക അനുഭവം ആ മുന്തിരിവള്ളി. മൂന്നാമത്തെ ദൂതാണ് ആത്മീകത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാര്. ഗ്ലോറി ടു ഗോഡ്. പല വീടുകളിലും ധനമുണ്ട്, പല കുഞ്ഞുങ്ങളിലും എന്തില്ല? ആത്മീയമില്ല. ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലുള്ളവര് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. മറ്റൊരു സാഹചര്യത്തിൽ കയറേണ്ടി വന്ന ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുന്നതിന് മേൻ ചോദിച്ചു, ആരെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു. മൂത്ത മോന് ഉണ്ട്, അവനെ വിടാ. അവൻ വരത്തില്ല, അവനെ പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ലാത്ത അവൻ വാതിലടച്ചിരിക്കുക. ഇളയ മോനോ, അവൻ്റെ കൂട്ടുകാരും മേളിലുണ്ട്, അവരെല്ലാം കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുക. അവരെയൊന്നും വിളിക്കണ്ട പാസ്റ്റർ അങ്ങ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കെന്തോ. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അവരോട് ചോദിച്ചു, പിള്ളേര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവോ? ഇല്ല. അവരൊക്കെ വേറൊരു ടൈപ്പിലുള്ള ആൾക്കാർ, എന്നാലും ഭയങ്കര ബ്ലസ്ഡാ. പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തവൻ ഭയങ്കര ബ്ലസ്ഡാ. നമ്മൾ പിണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ പേരൻസിനോട് ചോദിച്ചു, നിങ്ങൾ ഒരിക്കലേലും ആഗ്രഹിച്ചിട്ടുണ്ടോ പിള്ളേരൂടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഉടനെ ആൻറ്റി പറയാ, ഇവിടെ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ, ഇവിടെ എന്തില്ല? എന്നിട്ട് വേണ്ടേ പിള്ളേർ വന്നിരുന്ന് മൊത്തത്തിൽ സ്പെല്ലിങ് തെറ്റിക്കിടക്കുക. എന്നേലും ആ സ്പെല്ലിങ് ഒന്ന് ഓർഡർ ആക്കണം. ആക്കിയില്ല മൊത്തം പ്രശ്നമാണ്. ആത്മീകത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. നിങ്ങൾക്കറിയോ, ഒത്തിരി പേര് കൈയടിക്കുന്നവരും അവരുടെ സ്പിരിച്വൽ ലൈഫ് പിശാച് നശിപ്പിച്ചിട്ടേക്കും. എന്ന വചനം പറയുക, എത്ര നശിപ്പിച്ചാലും നശിക്കത്തില്ല. അതാ വചനത്തിന്റെ വെളിപ്പാട്. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പം ഞാനീ പറയുന്ന എല്ലാ കുഴപ്പവും നിന്റെ വീട്ടിലുണ്ടെങ്കിലും വചനം പറയുക, ഞാൻ പണി തുടങ്ങാൻ പോവാ, നശിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, അതുകൊണ്ടാണ് എന്തേലും നമ്മൾ പഠിച്ചതിന് വിരുദ്ധമായിട്ടൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ ഉടനെ നമ്മൾ നശിക്കുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കൊണ്ടുവരും. ഇപ്പം നമ്മൾ വിചാരിക്കാത്ത പോലൊരു കാര്യം നമ്മുടെ വീട്ടിൽ നടന്ന ഉടനെ നമ്മൾ നശിച്ചു, ഇനി എന്തു ചെയ്യും? അങ്ങനെ ടെൻഷൻ ഒന്നും എടുക്കണ്ട. അതാ ഇന്നത്തെ ഉറപ്പ്. ഏശാവ് വരുന്നെന്ന് കേട്ടപ്പോളെ യാക്കോബ് പരിഭ്രമിച്ചു. സത്യത്തിൽ ഏശാവ് നശിപ്പിച്ചോ? പറ. ഏശാവിന്റെ മനസ്സിൽ കൊല്ലുവെന്ന പരിപാടി നടക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പേ ഇവനിവിടെ നശിക്കുമെന്ന് പറഞ്ഞ് കരച്ചില്ല ഉണ്ടെന്നില്ല. ഈ ശിഷ്യന്മാരെയും കൊണ്ട് യേശു ഒരിക്കൽ വള്ളത്തെ പോയി. ഇത്രയും വചനം കേട്ടവരാ, അത്ഭുതം നടന്നവരാ. യേശു ആ വള്ളത്തെ കിടന്നൊന്ന് ഉറങ്ങി. പറഞ്ഞ അവര് ചോദിക്കാം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുമെന്ന്. അപ്പൊ ഇവരുടെ ഉള്ളിൽ എന്തുവാ കിടക്കുന്നത്? നശിക്കും. അവിടെ മിണ്ടുന്നില്ല. ദൈവത്തെ വിളിക്കുന്ന നിന്റെ വീട്ടിൽ എന്തൊക്കെ വിപത്ത് വന്നു കയറിയാലും നീ നശിക്കത്തില്ലെന്ന് ഉറപ്പു തരിക ദൈവം. ചില വീടിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോവാ, ചില വീടിന്റെ സിറ്റുവേഷൻസ് മാറാൻ പോവാ. വിശ്വസിക്കുന്ന ചിലരോടാ ദൈവത്തിന്റെ ദൂത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് വിരോധമായി
വിരോധമായോ, നിങ്ങൾ ഉപവസിച്ചതിന് വിരോധമായോ, നിങ്ങൾ കരഞ്ഞതിന് വിരോധമായോ എന്തെങ്കിലും ഒരു സംഭവം. ഇപ്പം +1 കൊച്ചങ്ങ് തോറ്റുപോയി, ഉടനെ അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി മുരടിച്ചു. അങ്ങനെ ചിന്തിക്കണ്ട. മോക്കൊരു അസുഖം വന്നു, അയ്യോ ഇനി ഇവളെ കല്യാണം കഴിപ്പിച്ച പിള്ളേരുണ്ടാവൂ. വേണ്ട, മിണ്ടുന്നില്ല. അവളെ കല്യാണം കഴിപ്പിക്കും, അവൾക്ക് പിള്ളേർ, നല്ല പിള്ളേരും ഉണ്ടാവും. നീ ചുമ്മാ ഇയ്യോബ് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് വായിക്കണം. അത് ഇന്ന് വന്നവർ വായിച്ച് കേട്ടിട്ടേ പോകാവൂ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. സ്തോത്രം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അപ്പം അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറ, ഭയപ്പെടുന്നതേ വരത്തുള്ളൂ, അതുകൊണ്ട് ഒന്നിനും ഭയപ്പെടല്ലെന്ന് പറ. വേണ്ടുന്നില്ല. ഒരിക്കല് ഫിക്സ് വന്ന ഒരു മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ എന്നെ അടുക്കോ. ആ മോക്ക് 16-ാമത്തെ വയസ്സിൽ ഫിക്സ് രോഗം വന്ന, ഇപ്പം 25 വയസ്സുണ്ട്. ഇവളെ നോക്കിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിപ്പിക്കരുത്, പിള്ളേരും ഉണ്ടാകരുത്, ഉണ്ടായാൽ അംഗവൈകല്യമുള്ള പിള്ളേരായിരിക്കും. ഇവർ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ ആദ്യമായിട്ട്, ഈ കൊച്ചിന് ഈ അസുഖം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ അവരോട് പ്രവചിച്ചു പറഞ്ഞു, നിന്റെ വിവാഹം നടക്കാൻ പോവാ, നിനക്ക് 2 പിള്ളേരുണ്ടാകും, ആദ്യത്തേതൊരു ശൗമേൽ ബാലനായിരിക്കും. ഊത് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ആങ്ങളെ ഒരു പകുതി രക്ഷിക്കപ്പെട്ട പുള്ളി ഒരൊറ്റ ചിരി. എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് പോയിക്ക്. തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൂതും പറഞ്ഞു, കൂടെ വന്നവൻ കൂട്ടച്ച്. ഉപദേശിയാകുവാന്നേ അസാധാരണ കട്ട്സ് ഉണ്ടാലേ ആകാൻ പറ്റും. ഏതൊക്കെ ടൈപ്പാ. ഞാൻ ചോദിച്ചു, എന്നാ മോനെ ചിരിച്ചേ? അണ്ണേ അപ്പം പറഞ്ഞു, അവളെ കെട്ടിക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞു ദൈവം പറഞ്ഞ് കെട്ടിക്കണോ? മിണ്ടുന്നില്ല. ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു. ആ കൊച്ചിന് 2 പിള്ളേരുണ്ടായി. ഒരു കുഴപ്പമില്ല. ആദ്യത്തെ കൊച്ചിനെ പ്രസവിച്ചപ്പോ ഫിക്സ് എന്ന രോഗം മാറിയും പോയി. ചില സംഭവങ്ങൾക്ക് നീ എതിയ തലയിലെഴുത്ത് ഇന്ന് പൊട്ടിക്കണം. ചില സംഭവങ്ങൾ കണ്ടിട്ട് നീ നിന്റെ മനോമുഖിലത്ത് എഴുതിയ തലയിലെഴുത്ത് ഇന്ന് നീ തന്നെ പൊട്ടിക്കണം. നിന്റെ കുഞ്ഞ് ശരിയാകത്തില്ലെന്നും, നിന്റെ വീട് ശരിയാകത്തില്ലെന്നും, നിന്റെ ഭാവി ശരിയാകത്തില്ലെന്നും നീ തന്നെ പറഞ്ഞ വാക്ക് നിന്റെ വാ കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യണം. വചനം തരിക, ഉറപ്പ് തരിക. ആമീൻ. ദൈവത്തിന് സ്തോത്രം. നീ നശിക്കത്തില്ല. യോബ് കൈ കൂപ്പിക്കൊണ്ട്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ഒന്ന് തൊട്ടേച്ച് പറ, ദയവായിട്ട് പേടിക്കല്ലെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയൊരു തന്ത്ര നമ്മുടെ അകത്തൊരു ഞെട്ടലിടുക, ഒരു ഭയം ഇടുക. ഈ നമ്മളെ പേടിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഒരിക്കലൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിന്നെ കണ്ടോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് കാണണമെന്ന് പറഞ്ഞു. ആ പുള്ളി വന്നതിനേക്കാൾ സ്പീഡ് തിരിച്ചു പോയി. കണ്ടോളാന്ന് പറഞ്ഞു. എൻ്റെ ബ്രദറെ മിണ്ടുന്നില്ല. പണ്ടൊരു ഉപദേശിയുടെ വീട്ടിലൊരു ആശാരി കയറി ചെന്നേച്ച് ചെവിയെ വെച്ചിരുന്ന പെൻസിൽ, അവളിങ്ങനെ പെൻസിൽ വെക്കുമല്ലോ, പെൻസിൽ ഇങ്ങോട്ട് പെൻസിലല്ല, ഒരു ഇരുക്കിൽ വെച്ചേച്ച് ആ ദൈവദാസന്റെ മുമ്പിൽ ഒരു വര വരച്ചേച്ച് പറഞ്ഞു, 14-ന്റെ അന്ന് നാട് വിട്ടോണമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്ന അതേ ഈക്കിലെടുത്ത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ 30-ന് അന്ന് നീ വെക്കണമെന്ന് പറഞ്ഞു.
നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളി വരച്ചതിന് വകുപ്പുണ്ട്, നീ വരച്ചത് ഏത് വകുപ്പിലാ? അപ്പൊ പുള്ളി പറഞ്ഞു, ദാവീദ് ഒരിക്കൽ ഗത്തി രാജാവായി ആകീശിന് മുമ്പിൽ ചെന്ന് വിട്ടു. അപ്പൊ ആകീശിന്റെ ഭൃത്യന്മാര് ചോദിച്ചു, ഈ പുള്ളി അറിയാമോ? ഇല്ല. പണ്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ, ശൗല് 1000 കൊന്നു ദാവീദോ? ആ പാട്ടിലെ നായകനാ നിൽക്കുന്നേ. എന്നെ ദൈവം എന്നോട് പറഞ്ഞടാ, പെട്ടുപോയി, രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നോട് ആ രാജ്യം അടുക്കാതിരിക്കാൻ ഒരു അതിരി വരയ്ക്കാൻ പറഞ്ഞു. അവൻ വായിക്കാത്തോട്ട് വിരലിട്ട് തുപ്പലൊളിപ്പിച്ച് ഒരു പ്രാന്തനെ പോലെ രാജാവിന്റെ ചുവരൊരു വരയിട്ടു. അവരോർത്ത് വരയിട്ട് പഠിക്കുക. രാജാവ് ചോദിച്ചു, ആ പ്രാന്തനെ വെളിക്കൊണ്ടുപോ. അവിടെ മിണ്ടുന്നില്ല. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന ചിലതിനെതിരെ അതിരി വരയ്ക്കാനും അധികം തിരിച്ചറിവുള്ളവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഹല്ലേലൂയ. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് നശിപ്പിക്കുമെന്ന് പറയുന്ന ശക്തി നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. നമുക്ക് വളരെ പെട്ടെന്ന് പോകാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം ഈ വേദപുസ്തകത്തില് എപ്പോഴും ഉപദേശിക്കാൻ പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് ദാവീദും ഗോല്യാത്തും തമ്മിലുള്ള യുദ്ധം. ദാവീദും ഗോല്യാത്തിന്റെ വലിപ്പമൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ശൗലിന്റെ വലിപ്പം എഴുതിയിട്ടുണ്ട്, തോൾ മുതൽ അറിയത്തില്ലയോ പൊക്കമുള്ളവൻ. ആര്? അവനും ഇവനെ കാണുമ്പം വിറയ്ക്കുക. ഒരു വാക്യം വായിക്കണം. ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. അതാ പ്രശ്നം. ശൗല് രാജാവാ, പക്ഷെ ഭയമുണ്ട്. ദാവീദ് രാജാവല്ല, പക്ഷെ ഭയമില്ല. ഇവിടെ കിട്ടിയോ? അധികാരത്തെക്കാൾ വലുതാണ് ഭയമില്ലാത്ത നിന്റെ മനസ്സിന്റെ ധൈര്യം. ഒരാമയും വരുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ജീസസ് നിന്നെ ഭയപ്പെടുത്താൻ ചിലര് പദ്ധതി ഇടുന്നുണ്ട്. ഈ നമുക്ക് പേടിയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമ്മളോട് 2 പേര് തമ്മിൽ അതിരിവർക്കം ഉണ്ടായി. നിന്നെ പേടിപ്പിക്കാൻ വേറെ വകുപ്പൊന്നും വേണ്ട. ഏതേലും കടയിൽ പോയിട്ട് 25 രൂപ കൊടുത്തൊരു മണി വാങ്ങിച്ച് അവരുടെ വീടിനവിടെ കൊണ്ട് വെച്ചാൽ മതി. സന്ധ്യ ആകുമ്പോഴത്തേക്ക് അത് ചുമ്മാ ഒന്ന് കിളിക്കാൻ മതി. നീ 7 ദിവസം ഉപവാസം ഇരുന്നോളൂ. ചുമ്മാ വൈകിട്ട് മണി ഒന്ന് കിളിക്കുക വെച്ച് നിന്റെ മോടെ പേര് സുമ എന്നൊന്ന് പറഞ്ഞാൽ മതി. മണി എടുത്തോണ്ട് സുമ ഇത്തരം പറഞ്ഞാൽ മതി. നീ കിടന്ന് ഉരുണ്ടോളൂ. പിന്നെ അതും ഒക്കുന്നില്ല, ഒരു പുഴുങ്ങിയ താറാമൊട്ട ഒരു ഗുണനം വരച്ചാച്ച് അതെ നിന്റെ പേരിന്റെ ആദ്യ അക്ഷരം കൂടെ എഴുതിയിട്ട് നിന്റെ വീട്ടുമുറ്റത്തോട്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി വിട്ടാൽ മതി. നീ മുട്ടയുടെ പുറകെ പോക്കോളൂ. ഇതെന്റെ എല്ലാം കാരണം എന്താ? ഭയം. അതാ പറയാൻ വരും. അതാ ഒരിക്കൽ എന്നെ ഒരു രാത്രി അവര് നല്ല ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ രാത്രി ഒരു 11:30 കാണും, ഒരു മെഴുകുതിരി ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ നടവാതിലിൽ കിടക്കും. മെഴുകുതിരി ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ ചോദിക്കാം, മെഴുകുതിരി എവിടുന്ന് വന്നു? എനിക്ക് മനസ്സിലായി ഇന്ന് രാത്രി എൻ്റെ ഉറക്കവും കളയും. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല മൂർച്ചയുള്ള കത്തിയുണ്ടെങ്കിൽ അതുമായിട്ട് ഇറങ്ങി. അതൊന്നും ആവശ്യമില്ല, ഇവര് ഞെട്ടാനാ. ഉറങ്ങണ്ടേ ഇന്ന് രാത്രി? മിണ്ടതില്ല. കറയുള്ള മരത്തിന്റെ കമ്പ് ഒറ്റ വെട്ടിന് മുറിക്കണം, എന്നിട്ട് അതുകൊണ്ട് നിന്നെ തോണ്ടി ഒരേറിഞ്ഞോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി എന്നെ തിരിച്ചു വന്ന് വിളിച്ചു, പാസ്റ്റേ കറയുള്ള കമ്പ് തന്നെ വെട്ടി ഒറ്റ വെട്ടിന് മുറിഞ്ഞു, തോണ്ടി എറിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എന്നാ ഇനി ഉറങ്ങാം.
ഒരു കാര്യവുമില്ല. പിറ്റേന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ അപ്പുറത്തെ പയ്യന് അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലത്ത് പോയിച്ചു വന്നപ്പം ഞങ്ങളുടെ വീട് തൊട്ട് താഴെയാ. അമ്മ മെഴുകുതിരി കത്തിച്ചു പോയപ്പോൾ ഇവൻ്റെ കയ്യിൽ 2 മെഴുകുതിരി കൊടുത്തു. ഇവൻ്റെ മെഴുകുതിരി കട്ടപ്പോൾ ഇവന് ഒടിച്ചേച്ച് ബോളടിക്കുന്ന പോലെ കാലിലിട്ട് ഒറ്റ അടി അടിച്ചത് ആൻറ്റിയുടെ വീട്ടുമുറ്റത്തായിപ്പോയി. മിണ്ടുന്നില്ല. രാത്രി ആ മെഴുകുതിരി വരുത്തിയ വേന. മിണ്ടുന്നില്ല. ഒരു രൂപയൊക്കെ ഇട്ടാൽ മതി, നീ അവിടെ കടന്ന് കറങ്ങിക്കോളൂ. എന്നാൽ അത് എടുത്തോണ്ട് പോയിരുന്ന നാരങ്ങാവെള്ളം മാറ്റി കുടിച്ചാൽ ദാഹവേലും. നിങ്ങൾ മിണ്ടാത്ത തന്നെ പിടികിട്ടി. ഇതിൻ്റെ എല്ലാം കാരണം എന്താ? നമ്മുടെ അകത്ത് കിടക്കുന്ന ഭയം. ദാവീദ് പറയുന്നൊരു ഭാഗം കേട്ടോ, സ്തോത്രം. കൂരിരുൾ താഴ്വര കൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. 27 സങ്കീർത്തനം അതേ ദാവീദ് പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും പറ, എന്റെ ഹൃദയം, സ്തോത്രം, ഹല്ലേലൂയ. 56 സങ്കീർത്തനം അതേ ആള് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? അപ്പം മനുഷ്യർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ, പക്ഷെ നീ ഭയപ്പെടാതെ ജീവിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ഇനി അതിൻ്റെ ഒരു ഉറപ്പ് ഞാൻ പറയാം. 91 സങ്കീർത്തനത്തിൽ കാണാതെ അറിയാവുന്ന ഒരു വാക്യം നമ്മൾ പറയാൻ പോവാം. 91 സങ്കീർത്തനം കാണാറിയാവുന്നവരുന്ന് കൈ ഉയർത്തിക്ക്. അവിടെ അതും കുറവാ. ചില രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന, അടുത്തത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിനക്ക് ഇതിനെ പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയല്ല. എന്നാ കാരണം? നീ നശിക്കാൻ ദൈവം അനുവദിക്കുകയല്ല. എത്ര പേര് മനസ്സിൽ പറയും, ഞാൻ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല? ഞാൻ ഇന്നൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് പറയാം, ജീസസ്, യേശാവ് വരുന്നെന്ന് കേട്ടപ്പോഴേ യാക്കോബ് കരയാൻ തുടങ്ങി. എന്നെ നശിപ്പിക്കാനാ, എൻ്റെ ഭാര്യമാരെ നശിപ്പിക്കാനാ, എൻ്റെ പിള്ളാരെ നശിപ്പിക്കാനാ. എന്നിട്ട് അവന് ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്. അതാ പ്രസംഗം. അതിലോട്ട് വരാനായി ഈ ശ്രമം എല്ലാം നടത്തിയേ. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 32 അധ്യായം എടുത്തേ, 11-12 വാക്യങ്ങൾ എടുത്തേ. എന്റെ സഹോദരനായ യേശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും. എന്നിട്ട് അവൻ പറയാ, നശിക്കുമെന്ന് പേടിച്ചോ? അവൻ പറയാ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നന്മ ചെയ്യാമെന്ന്. എന്നിട്ട് നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നന്മ ചെയ്യാം, എനിക്ക് വർദ്ധനവ് ചെയ്യാം എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മറു സൈഡിൽ എന്നെ നശിപ്പിക്കാൻ ഒരുത്തൻ എഴുന്നേറ്റാൽ നീ പേടിക്കരുത്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് നിന്നോട് പറഞ്ഞ പല വാഗ്ദാനങ്ങളും ദൈവം ഓർക്കാൻ പോകുകയാ. നീ കേട്ട ദൈവശബ്ദം ദൈവം ഓർക്കാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ച നിങ്ങൾ
നമുക്ക് എത്ര വലിയ വാഗ്ദത്തം കിട്ടിയാലും ഡോക്ടർ ഒരു കാര്യം പറഞ്ഞ അന്നേരം നമ്മുടെ വാഗ്ദത്തം എല്ലാം കൂടെ ഇല്ലയോ? നീ ദീർഘായുസോടെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് അന്നൊരു ചെറിയ വയറുവേദന. ഇവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ കറക്റ്റാ പറഞ്ഞു, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്, പിള്ളേരെന്തോ പ്രായമായി, മൂത്ത മോള് 10, അത്രയായുള്ളൂ. ഇളയ മോളോ 8ാം ക്ലാസ്. ഇത്രയും പറഞ്ഞാൽ മതി, നമ്മുടെ നല്ല ജീവൻ അവിടെ ഇരുന്ന് പോകും. 2 കുപ്പി വെള്ളം കൊടുത്താൽ അവിടെ ഇരുന്ന് കുടിക്കുവന്നേ. മിണ്ടുന്നില്ല. ഈയിടെ എൻ്റെ അടുക്കൽ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേ അവരെൻ്റെ അടുക്കലോട്ട് വരുമ്പോഴേ എന്നോട് ദൈവം ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. അവർക്ക് ഒരനക്കമില്ല, അവരോടാന്ന് പോലും. ഞാൻ കസാറ ഇരുത്തി അച്ഛാ എന്നെ കൊണ്ട് വിശേഷം. ഓ എന്താ പറയാന്, പാസ്റ്റർ എന്നും TV കാണുന്ന, ഇന്ന് നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്ന. നല്ല കാര്യമാണല്ലോ. ഇനി എന്നാ വരുന്നേ? ജീവനോടുണ്ടേ വരാം. ഞാൻ ചോദിച്ച അച്ഛാ ഉരുളാതെ കാര്യം പറ. അതെ, എനിക്ക് 61 വയസ്സായി. ഞാൻ പറഞ്ഞു നല്ലാന്നല്ലോ, 91 വരെ പോട്ടെ. പോത്തില്ല. അതെന്നാ? ജനിച്ചപ്പോഴേ ജാതകത്തിൽ 61 ചാകുമെന്ന. മിണ്ടുന്നില്ലല്ലോ. കണ്ടോ? പോക്കുണ്ടോ? ഞാനീ ദീർഘായുസല്ല, എന്നാ പറഞ്ഞാലും പുള്ളി അനങ്ങല. കാര്യം 61 പുള്ളി അരക്കിട്ട് ഉറപ്പിച്ചേക്കുവാ. ആഴ്ച മരിക്കുമെന്നാ പറഞ്ഞു. ഇപ്പൊ മാസം 3 മരിച്ചിട്ടില്ല. ഇപ്പൊ ചോദ്യം, എന്നാ മരിക്കാത്തെന്നാ? എല്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കീറി കളഞ്ഞ ചെയ്യുന്നു, ഉറങ്ങാവൂ. മിണ്ടുന്നില്ലല്ലോ. ഗുണമുള്ള ഒന്നും സൂക്ഷിച്ചു വെക്കുകയല്ല, ഗുണമില്ലാത്തതല്ല. ഹൃദയമായ ഏറ്റവും വലിയ സ്റ്റോറേജ്. ഗുണമുള്ള ഒറ്റ കാര്യം ഇതിനകത്ത് വെക്കത്തില്ല. ഗുണമില്ലാത്ത പരദൂഷണയും ഞോണയും കൊതിയും അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എല്ലാം കൂടെ കയറ്റി വെച്ചേച്ച് വന്നിട്ട് ഫാസ്റ്റേ വചനം ഒന്നും മെമ്മറി നിൽക്കുന്നില്ല. ഇത് മുഴുവൻ ഫുള്ള് ഈ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഒരു മെസ്സേജ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് ഫോൺ പറയും മെമ്മറി ഫുള്ളാണ്. കണ്ടോ? മിണ്ടുന്നില്ല. പിന്നെ എവിടെയൊക്കെ പോയി കുറേ സാധനമൊക്കെ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ ഹൃദയം ഫുള്ള് നിറഞ്ഞു കിടക്കുക. ഇന്നേലും അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യേ. എന്നിട്ട് പറ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കത്തില്ലെന്നാ. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയുക, വിശ്വസിക്ക്. നീ ദൈവം പറഞ്ഞ വാഗ്ദത്തം അതുപോലെ നടക്കും. നീ എനിക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് കർത്താവ് ബോധ്യം തരിക, ദൈവം നിനക്ക് നന്മ ചെയ്യാൻ സമയമായി. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ എഴുതിയിട്ടോ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നന്മ ചെയ്യാൻ പോവാ. നിന്റെ സന്തതിയുടെ മേൽ ദൈവം നന്മ ചെയ്യാൻ പോവാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. നിന്റെ വീടിനകത്ത് ദൈവം നന്മ ചെയ്യാൻ പോവാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനോട് മഹത്വം കൊടുത്താട്ട്. റബന ഹതരബ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിന് 107 വാക്യം കേട്ടു. ഞാൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ മഹാകഷ്ടത്തിലാ, പക്ഷെ എനിക്ക് നീ വാഗ്ദാനം തന്നിട്ടുണ്ട്, ജീവിപ്പിക്കാവുന്നു. ഒരാമയും വരുന്നില്ല.
ചിലരോടൊക്കെ ദൈവം പറയാ, ശത്രു നശിപ്പിച്ചടത്തുന്ന നിന്നെ ദൈവം പൊക്കിയെടുക്കാൻ പോവാ. ചില ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സ്പിരിറ്റ്, സമ്പത്തിനെ നശിപ്പിക്കുന്ന ശക്തികൾ, കുടുംബത്തെ നശിപ്പിക്കുന്ന ശക്തികൾ ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ നിന്റെ കുടുംബത്തിൽ നിന്ന്, ഓ ഹല്ലേലൂയ, ഇതിനകത്ത് ഇതുവരെ നടക്കാത്ത ദൈവപ്രവൃത്തി നടക്കട്ടെ. ഇനി ഒരു ആത്മീക ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ദോഷവും വരത്തില്ലെന്നൊന്ന് പറയാമോ? ഒന്ന് ഉറക്കെ പറ. നെഞ്ചത്ത് കൈ വെച്ചാൽ എനിക്കൊരു ദോഷവും, ലൈവിൽ കാണുന്നവർ, എനിക്ക് ഒരു ദോഷവും. ഒത്തിരി പേരെ ദോഷപ്പെടുത്തിയ ഒരു രക്തയടലി മെലിത്ത ദ്വീപിൽ നിന്ന് പുറത്തു വന്നു. തൊട്ടവനെല്ലാം നശിച്ചിട്ടുണ്ട്. പക്ഷെ അഭിഷേകമുള്ള പൗലോസിന്റെ മുമ്പിൽ പൗലോസ് നശിച്ചെന്നല്ല, ദോഷം ചെയ്യാൻ എഴുന്നേറ്റവൻ നശിച്ചെന്ന. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ചിലത് നിന്റെ മുമ്പിൽ നശിക്കും. ഓ അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്യ്. റബ ഹദ നഗംസന. ഓ യേശുവിന്റെ നാമത്തില് ആരോടൊക്കെ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന സ്പിരിറ്റ് നിന്റെ മുമ്പിൽ നശിക്കും. ഒരു രക്തയണലി ചീറ്റി വന്ന് പൗലോസിന്റെ കയ്യെ കടിച്ച് ഞാന്നു. അപ്പൊ ആൾക്കാർ പറയുക, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി വിടുന്നില്ല. പൗലോസ് പറയാ, ഇത് ദേവിയും കടലും ഒന്നുമല്ല. എനിക്ക് നേരെ വന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകം എനിക്ക് ബോധ്യം തരും. ഇന്ന് ദൂത് പറയാ, ഒരു വഴിയായി വന്നവനെ 7 വഴിയായി ഓടുവന്ന നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. വിശ്വാസമുണ്ട്. സ്തോത്രം. നിന്റെ അകത്തു തന്നെ, നിന്റെ ഉള്ളിൽ തന്നെ നിനക്ക് ദോഷം ചെയ്യാൻ എഴുന്നേറ്റവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വെളിപ്പാട് കണ്ടോണ്ടാ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില വീടുകളിൽ നിന്ന് ദോഷങ്ങൾ മാറും. നിനക്ക് ദോഷം ചെയ്യാൻ ചിലര് വിട്ട നിഗൂഢ പദ്ധതികൾ, ചില ദുരാലോചനകൾ, ചില ദുഷ്ടശക്തികൾ ഇന്ന് നിന്റെ കൂടാരത്തിനകത്തുനിന്ന് നീ രക്ഷപ്പെടാത്തതെന്ന് ചിലര് ദോഷം ചെയ്തിട്ടേക്കുക. എന്നോട് ദൈവം പറയുന്നത്, ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, നേർച്ചയാകട്ടെ, പൂജയാകട്ടെ, ഉരുളികമത്താകട്ടെ, എന്തുമാകട്ടെ, പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ആരാധനയുടെ നിറവിൽ നീ നിലനിൽക്കുന്നെങ്കിൽ നിനക്ക് വിരോധമായി നടത്തിയിരിക്കുന്ന എല്ലാ പദ്ധതികളും കേട്ടോ, നിന്റെ വസ്തുവിൻ്റെ കൈമാറ്റം നടക്കാത്തത്, നിന്റെ കുഞ്ഞിന് വഴി തുറക്കാത്തത്, നിന്റെ വീട് രക്ഷപ്പെടാത്തത്, നിന്റെ വീട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ വീട് തച്ചുടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓ ജീസസ്, അല്പനേരം സ്തുതിക്കണേ സ്തുതിച്ചോ, ആരാധിക്കണേ ആരാധിച്ചോ. ഇതിനകത്തൊരു തീ ആളിക്കത്തുന്നുണ്ട്. എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ ദോഷം വരുത്തുന്ന ശക്തികൾ, ഓ ഹല്ലേലൂയ, അടുത്തിരിക്കുന്ന ആളെ നോക്കാതെ അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. മനസ്സുകൊണ്ട് പറ, നിനക്ക് ദോഷം ചെയ്യുന്നത് മനുഷ്യനാണെങ്കിലും, നിനക്ക് ദോഷം ചെയ്യുന്നത് പിശാചാണെങ്കിലും, അവർ ദോഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നീ നശിക്കത്തില്ല. ഓ റബല ഹഡമല രബല. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, ഞാൻ വാക്ക് ചുരുക്കാം. ചോദ്യം, ബൈബിൾ അറിയാവുന്നവരുടെ ചോദ്യം, ഏശാവ് എന്തെല്ലാം ഹൃദയത്തിൽ തീരുമാനിച്ചിട്ടും യാക്കോബ് തകർന്നോ യാക്കോബ് ഉയർന്നോ? പറ. നീ പിടിക്കുന്ന ബൈബിളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇതിനകത്തുനിന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. ആരെല്ലാം എന്തൊക്കെ ഹൃദയത്തിൽ തീരുമാനിച്ചാലും ആ തീരുമാനമൊക്കെ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ അസാധുവാ. യേശുവിന്റെ നാമത്തില് അസൂയ മൂത്ത ചില ഹൃദയങ്ങളിലെ തീരുമാനം ദൈവം ക്യാൻസൽ ചെയ്യുക. ഓ, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ചിലര് നടത്തിയ നിഗൂഢ പദ്ധതി,
ഞാനിനി ഒരു കാര്യം കൂടെ പറയാം. നന്നായി പ്രാർത്ഥിക്കുന്നവനെതിരെ എന്തേലും ദോഷപ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും പൈസ മുടക്കുന്നെങ്കിൽ അത് വെറുതെയാണ്. അത് നാരങ്ങ വെള്ളുവേലും നീ വാങ്ങിച്ചു കുടിക്കുക, ഗുണം അതുണ്ടാകുകയല്ല. കാരണം എന്താ? സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്നവനാ. നിനക്ക് വിരോധമായി വരുന്ന, ഒന്ന് പറ, യാതൊരായുധവും. എന്നോട് ദൈവം പറഞ്ഞു, ഇന്നത്തെ ശുശ്രൂഷയിൽ ദോഷങ്ങൾ വഴിമാറും. യേശുവിന്റെ നാമത്തിന്, യേശുവിന്റെ നാമത്തിൽ ദോഷങ്ങൾ വഴിമാറും. Glory to God. ദോഷങ്ങൾ വഴിമാറും, ദോഷങ്ങൾ വഴിമാറും. തിരിച്ചറിഞ്ഞ് ദൈവത്തോട് സ്തുതിച്ച് അല്പനിമിഷം, കർത്താവേ, നിനക്ക് ദോഷം ചെയ്യുന്ന വ്യക്തിയെ നിനക്കറിയാം, നിന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയെ നിനക്കറിയാം, നിനക്കെതിരെ മന്ത്രവാദം ചെയ്ത് കുഴിച്ചുവിട്ടവനെ നിനക്കറിയാം. പക്ഷെ വെറുതെയാ, അതൊന്നും നിനക്ക് കേൾക്കുകയല്ല. ഒരു ചോദ്യം, എന്നും ഇങ്ങനെ രോഗസൗഖ്യമല്ല കൂടുതൽ നടക്കുന്നത്. ഒരു ചോദ്യം, ഞാൻ നശിക്കത്തക്കവണ്ണം ആരൊക്കെയോ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കത് അറിയാമെന്ന് ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. രണ്ട് കൈയും പൊക്കി പിടിക്കണം. ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞില്ലേ, രണ്ട് കൈയും പൊക്കി പിടിക്കാനേ പറഞ്ഞു. ഒരുപക്ഷെ ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കും ഇന്നിവിടെ വെളിപ്പെട്ടെ. വെള്ള കൈ ഉയർത്തിയ ബ്രദർ കൈ ഒന്ന് വീശി കാണിച്ചു. നിങ്ങളോടൊരു കാര്യം പറയാനാണേ. നിങ്ങള് ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? പൗലുസിന്റെ കയ്യിൽ ഒരണലി കയറി ഞാന്നു, കടിച്ചു ഞാന്നു. ഇതുപോലെ നിന്റെ അസ്ഥിയോട് ഒരു പോരാട്ടമുണ്ട്. അസ്ഥിക്ക് അസുഖം വരുന്ന പ്രായമൊന്നും നിനക്കായിട്ടില്ല. പക്ഷെ നിനക്ക് എപ്പോഴും അസ്ഥിവേദന, തോള് കഴപ്പ്. നിന്റെ കൈ ഉയർത്തി ഞാൻ പിടിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞത് നിന്നെ സൗഖ്യമാക്കാൻ. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്നൊന്ന് ചോദിക്കാം. 30 വയസ്സുള്ള ആൾക്ക് അസ്ഥിവേദന വരുമോ? വരത്തില്ല. പക്ഷെ നമുക്കുണ്ട്. നമുക്ക് അസ്ഥിക്കകത്തൂടെ ഞാൻ നിന്റെ അസ്ഥിക്കകത്തൂടെ ഓടി നടക്കുന്ന ഒരു രോഗാത്മാവിനെ കാണുക. ഇന്ന് നീ പ്രാർത്ഥിച്ച നിന്റെ അസ്ഥിക്കകത്തോട് ഓടി നടക്കുന്ന രോഗാത്മാവ് നിന്റെ ശരീരത്തിൽ ഇറങ്ങിപ്പോ. ഒരു ശുശ്രൂഷ നടക്കാൻ പോവാ. ഒരു ശുശ്രൂഷ നടക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഒരു ശുശ്രൂഷ നടക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഞാന് നിങ്ങളെല്ലാരും റെഡിയാണോ? എല്ലാരും റെഡിയാണോ? ജീസസ് എന്നെ നശിപ്പിക്കാൻ ചിലര് ചെയ്ത പദ്ധതി ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇവിടെ വെച്ച് ദൈവം ഇല്ലായ്മപ്പെടുത്തി തരണം. റെഡിയാണോ നിങ്ങള്? നിങ്ങളുടെ സന്തതി എവിടെ ഇരുന്നാലും അവിടെ വരെ വിടുതൽ വ്യാപരിക്കും. ചില ശരീരത്തിൽ ആവാഹിച്ച് കെട്ടിയ മന്ത്രശക്തികള് അഴിഞ്ഞു പോകട്ടെ. വർഷങ്ങളായി വിടുതൽ ചോദിച്ചിട്ട് കിട്ടാത്ത ചിലർക്ക് ഇന്ന് പകൽ വിടുതൽ നടക്കും. ചില ശരീരത്തുനിന്ന് സർപ്പങ്ങൾ എഴഞ്ഞു പോകും. ചില ശരീരത്തുനിന്ന് ദുർമന്ത്രവാദങ്ങൾ. ശുശ്രൂഷ നടക്കാൻ പോവുക. ഇത്രയും നേരം പ്രസംഗമായിരുന്നു, ഇനി ശുശ്രൂഷയാ. വഴി നടത്തും
സൗഖ്യമാകാൻ പോവാ. നിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോവാ യേശുവിന്റെ നാമത്തില്. ശുശ്രൂഷ ചില ശരീരത്തിൽ ദുഷ്ടബന്ധനങ്ങളുണ്ട്. ഇന്ന് ആ ബന്ധനങ്ങൾ നിന്നെ വിട്ട് ഇറങ്ങിപ്പോകാൻ പോവാ. ഇന്ന് നിന്റെ കുടുംബം വിട്ടുപോകും, നിന്റെ വസ്തു വിട്ടുപോകും, നീ പാർക്കുന്ന സ്ഥലം. ഇവിടെ ഇരിക്കുന്ന 3 പേരുടെ ദേഹത്ത് ആവാഹിച്ച് കയറ്റിയ ദുർമന്ത്രങ്ങളുണ്ട്. ഇന്ന് അത് അഴിഞ്ഞു പോകും ശരീരത്തുനിന്ന്. അങ്ങനെ നിനക്ക് പൂർണ്ണ വിടുതല്. റെഡ് ഷർട്ട് ഇട്ട ബ്രദർ എഴുന്നേറ്റുന്നു. റെഡ് ഷർട്ട് ഇട്ട ബ്രദർ, ടീഷർട്ട്. ഞാൻ ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നേ. അമ്മച്ചേ, എനിക്കൊന്ന് കൈ തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എന്നാ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. യേശുവേ, ഈ കൈക്ക് വലിയ പ്രശ്നമാണ് ഇല്ലയോ? എത്ര നാളായി തുടങ്ങിയിട്ട്? ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2-3 മിനിറ്റ് നിൽക്കണം. സൗഖ്യമാവും. നന്ദി കർത്താവേ. അദ്ദേഹത്തിന്റെ വയറിനകത്തും ഒരു പാമ്പ് കടന്ന് പൊളയുന്ന കണ്ടോണ്ടാ എഴുന്നേപ്പിച്ച്. അദ്ദേഹത്തിന്റെ വയറിനകത്ത് ഒരു പാമ്പ് കടന്ന് ഇങ്ങനെ പൊളയുന്നത് കണ്ടോണ്ടാ. ഓ, യേശുവിന്റെ നാമത്തില് എനിക്ക് പരിശുദ്ധാത്മാവ് വലിയ ബോധ്യങ്ങൾ തരുക. ഈ അമ്മയൊന്ന് എഴുന്നേറ്റ് നിന്ന്. അമ്മയുടെ വലത്തെ കൈയെടുത്ത് ഇവിടെ വെച്ച്. അവിടെ എന്തുവാ പ്രശ്നം? അത് മാത്രമല്ലല്ലോ, പെടലി വരെ സ്റ്റക്കായി കിടക്കുക. സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ആന്റിയുടെ വീട്ടിലെ മുഴുവൻ ദോഷവും ഇപ്പൊ മാറും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിന്റെ വീട്ടിൽ ദോഷം മാറിയ ഇന്ന് നിന്റെ വീട് രക്ഷപ്പെടും. ഓ, ഒന്നല്ല, ഒരു പിടി കാര്യങ്ങളാണ് കിടക്കുന്നത് ഇവിടെ. ജീസസ് തുടങ്ങിയിട്ട് 6.5 വർഷമായി. എന്നാൽ ഇത് 6.5 വർഷം പുറകിലോട്ട് പരിശുദ്ധാത്മ പോവാ. ഞാൻ വിഷൻ കണ്ടോണ്ടാണ് ഇറങ്ങിയിരിക്കുന്നേ. യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ആ പുള്ളിക്കാരന് വയറിനകത്തൊരു പ്രശ്നമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചു. അതെന്താന്നറിയോ? പറയാം. എന്താന്ന് പറഞ്ഞേ? കിഡ്നിക്ക് പ്രശ്നമുണ്ട്. ഈ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരു പ്രശ്നം, പക്ഷെ വേറൊരു പ്രാവശ്യം നോക്കുമ്പോൾ വേറൊരു പ്രശ്നം. മൊത്തം വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ ഇന്ന് നിനക്കൊരു സൗഖ്യം ദൈവം തരുമോ? ഗ്ലോറി ടു ഗോഡ്. ജീസസ്, ഞാനിവിടെ നിന്നപ്പോ എന്നോട് കർത്താവ് കാണിച്ചൊരു കാഴ്ച. നിന്റെ വയറിനകത്തൊരു സർപ്പം കടന്ന് പൊളയുന്ന കാഴ്ച. 1 മിനിറ്റ് എനിക്ക് രോഗസൗഖ്യം വേണമെന്ന് പറയുന്നവർക്കൊന്ന് എഴുന്നേക്കാവോ? ഈ പ്രയർ തീരുന്നിടം വരെ. കാര്യം ഞാൻ ദോഷം എന്ന വിഷയത്തിനായി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു ആ ദോഷം മാറാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ആന്റി, ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. പൊക്കിക്കോ. കർത്താവേ, 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 എനിക്കൊന്ന് തന്നേ ആ കൈ. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടോട്ട് കൈവച്ചു. യേശുവേ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. മുഴയുള്ളവര്, ശരീരത്തിൽ ബന്ധനമുള്ളവർ, ബാക്ക് പെയിൻ ഉള്ളവർ, കൈവേദനയുള്ളവരെ ധൈര്യമായിട്ട് കൈ ഉയർത്തി അങ്ങ് പിടിച്ചോ. യേശു നിങ്ങളെ ഇപ്പൊ തൊടുക. ഇപ്പോൾ ആ രോഗബാധ. എന്റെ മഞ്ഞ ചുരിദാറിട്ട സിസ്റ്റർ ആ കൈ ഉയർത്തി. ഇനിയൊന്ന് താത്തെ, ഇനിയൊന്ന് ഉയർത്തിക്ക്. ആ നടുവിന്റെ ആ കൈയുടെ തോളിന്റെ അവിടെ
ഒരു പിടുത്തമുണ്ട് അല്ലേ? എത്ര നാളായിട്ടുണ്ട്? 2 വർഷം കൊണ്ടുണ്ട്. ഇപ്പൊ ഫ്രീ ആയിട്ട് സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ കരം നീട്ടുകയാണ്. ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുന്നു. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവ് വിട്ടുപോകട്ടെ. ബാബ റബ ഹംസനബ യേശു. യെസ്, എത്ര നാളുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കിയ വന്നേ. ഈ ആന്റി ഭയങ്കര വിലപ്പെട്ടതാ ഇവിടെ. എന്തോ ആന്റിയുടെ പേര്? രാജം. വരുന്ന കാണട്ടെ. രാജമെന്നാ ഈ ആന്റിയുടെ പേര്. എവിടാ വീട്? വെങ്ങാനൂര്. എത്ര നാളായിട്ട് ഈ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ട്? 2 വർഷം. 2 വർഷമായി ഈ കൈ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് പൊങ്ങത്തില്ല. ഈ കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ആ സിസ്റ്റർ കൈയുടെ കാര്യം നോക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഞാൻ തൊട്ട ഇവിടെ കാര്യം പറഞ്ഞിട്ട്. ആന്റി ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ, ഒന്ന് വീശി കാണിച്ചേ. ഈ കൈയല്ലേ 2 വർഷമായിട്ട് സ്തംഭിച്ചു പോയത്? 2 വർഷമായി സ്തംഭിച്ചു പോയ കയ്യേ, ഓ നിങ്ങളുടെ ഇടയിൽ കൂടെ യേശു നടക്കുക. ഓ വിശ്വസിക്കുന്നത് പ്രാർത്ഥിച്ചോ. നീ കൈ വെച്ചെടുത്ത് സൗഖ്യം നടക്കുക. നീ കൈ വെച്ചെടുത്ത് യേശുവാരി മതിയായവൻ. സൗഖ്യമാട്ടെ. സിസ്റ്ററെ, ആ കൈ ഇപ്പൊ ഒന്ന് നോക്കി നോക്കിയേ. ഇച്ചിരിയേലും വേദനയുണ്ടോ? കയ്യിലല്ല വേദന, ആക്ച്വലി എന്റെ കഴുത്തിന്റെ അവിടെ ആ വേദന ഉണ്ടോന്ന് എന്റെ ചോദ്യം. കയ്യില് അല്ല വേദന, ഇവിടെ ഉണ്ട്. ശകലം ഉണ്ട് പറയണ്ടേ? അതിനല്ലേ പ്രാർത്ഥിക്കുന്നത്. ഒരു ഫയൽ അടച്ചു വെച്ചിട്ട് അടുത്തൊരു ഫയൽ തുറക്കുന്ന പോലെ നിന്റെ ലൈഫിൽ ദൈവം ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു തരാൻ പോകും. ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പം ഞാൻ അവിടുന്ന് ഇവിടെ വരുന്നിടം വരെ നിങ്ങളിൽ ഒരു സൗഖ്യം നടക്കുന്നെന്ന ഫീലിംഗ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, സൗഖ്യത്തെക്കാൾ വലിയൊരു കാര്യം നടക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു ഫയൽ ക്ലോസ് ആയി, വേറൊരു ഫയൽ ഓപ്പൺ ആകാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ ഫയൽ ഉടനെ ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിയുമ്പോൾ ജീസസ് നിനക്കൊരു വഴി തുറന്നു വരും. തുറന്നു വരുന്നത് ഒരു വാർത്തയോടുകൂടായിരിക്കും. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷി പറയത്തക്കവണ്ണം. നോക്കിയേ, വീട്ടിൽ ചെന്ന് 500 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തോ ആ വേദന ഉണ്ടാകത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എവിടാ വീട്? ബാലരാമപുരം. എത്ര നാളായിട്ട് ഈ കാലിനടിയിൽ ആ ഇത്രയും വലിപ്പമുള്ള തടിപ്പുണ്ട്? 7-8 വർഷമായി ഉണ്ട്. ജീസസ് അതിനുശേഷം ഉണ്ടായതാ. അതിന് വേദന സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പൊ നോക്കിയപ്പോ ആ തടിപ്പും അവിടെ ഇല്ല. അതും പോയി. ഓ കണ്ടോ, ഇവിടെ ഉണ്ടാ മുഴയ്ക്ക് എത്ര വലിപ്പം ഉണ്ടായിരുന്നു? അയ്യോ ഒന്ന് കാണിച്ചേ. ഈ മുഴ ഉണ്ടായിട്ട് എത്ര നാളായി? വർഷങ്ങളായിട്ടുള്ള മുഴ. കാലിൽ തൊട്ട് സൗഖ്യമായപ്പോൾ ഇടുപ്പിലുണ്ടായിരുന്ന മുഴയും അപ്രത്യക്ഷമായി. കണ്ടോ, അവർ അത്ഭുതപ്പെട്ട് തപ്പി നോക്കുക. വർഷങ്ങളായുള്ള ആ രോഗം അവിടെ കാണുന്നില്ല. ഓ സന്തോഷമായോ? യേശു ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, യേശു അല്ലേ തൊട്ട്. ധൈര്യമായിട്ട് പോകാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങളുടെ സൗഖ്യത്തിന്റെ വ്യാപാരം നടക്കുക. ചില ഇനി ഒരു വരിയൂടെ പറയാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോ. തൊണ്ടയിലെ മുഴ, കയ്യിലെ മുഴ. ഒരാളെ എനിക്ക് കാണാൻ ചെവിക്ക് താഴോട്ട് മാറിയിട്ട് ജീസസ് ഒരു തടിപ്പ്, ഒരു മുഴ നിപ്പുണ്ട്. ഇപ്പോൾ അത് സൗഖ്യമാവുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൂട്ട സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ മഞ്ഞ ഡ്രസ്സിന്റെ പുള്ളിക്കാരത്തിയെ ദൈവം തൊടുന്നുണ്ട്. ദൈവം അവിടെ ചെന്ന രോഗം ചോദിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആരെയും പാസ്റ്റർമാര് പൊയ്ക്ക്. ആ യേശുവിന്റെ നാമത്തിൽ
ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രയനാം യേശുവിന്റെ നാമത്തിൽ. ഓ റബന ബന ബന ബന. ചില ദേഹത്തുനിന്ന് ദുഷ്ടശക്തികൾ ഇളകുകയാ. നിനക്കെതിരെ ചെയ്ത ചില ദോഷങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില ആഭിചാര ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയുന്നു. Thy name in all the earth, glorify thy name, glorify thy name. ഒരു ചോദ്യം, എല്ലാവരും ഇരുന്നാട്ടെ. ഒരിക്കൽ കൂടെ, എൻ്റെ കുടുംബത്തില് ഒരു ദോഷമുണ്ട്, ഇന്നത് മാറിക്കിട്ടണമെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തി പിടിച്ചോ. രണ്ട് കൈയും. ലൈവിൽ കാണുന്നവർക്കും അങ്ങനെ ചെയ്യാം. ദൈവദാസൻ ഒരു പാട്ടിന്റെ കോറസ് പാടും, എന്നിട്ടൊരു പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രോഗികൾ സൗഖ്യമാകുന്ന പോലെ തന്നെ ചില വസ്തുവിലും വീടിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും നന്മയിലും മനുഷ്യർ ചെയ്തു വെച്ച ദോഷങ്ങൾ നിന്റെ പ്രോപ്പർട്ടി ഇറങ്ങിപ്പോകാൻ പോവാ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിയിടും അവനഖിലം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിയിടും അവനഖിലം. കൃപയരുളിടും ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിയിടുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. തന്നെ പിടിച്ച് സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, വിശുദ്ധ കൈകൾ ഉയർത്തിക്കൊണ്ട് ദൈവവചനം ഞങ്ങൾ ഉറപ്പ് തന്നതുപോലെ ആര് നശിക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ നശിക്കത്തില്ല. വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ ചെയ്ത ദോഷം, പിശാചു ചെയ്ത ദോഷം, എതിരാളികൾ ചെയ്ത ദോഷം ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ഈ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. ഒരത്ഭുതം നടക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.